തികയല്ലോ. എങ്ങനെയും സാറതങ്ങ് തേച്ചെടു. 1000 രൂപ കിട്ടാതെ കാര്യം നടക്കില്ല. എങ്ങനെയും തേച്ചെടുക്കാ? പച്ചച്ചാണത്തിന്റെ ബിസിനസ്സാണോ? ഒപ്പിട്. അങ്കിളെ, അങ്കിൾ കൂടിയേ തീരൂ എന്ന് കടും പിടുത്തം പിടിക്കുകയാണെങ്കിൽ ഞാനത് ഊരിത്തരാം. പക്ഷെ അങ്ങനെ പിടിക്കില്ല. എനിക്ക് സ്വന്തം രൂപ വേണം. ശമ്പളം കിട്ടിയ ഉടൻ ഞാനതങ്ങ് തിരിച്ചു തരാം. അങ്കിളിന് എന്നെ വിശ്വാസമല്ലേ? സാക്ഷാൽ വേലൂരികം വന്ന് കാശ് ചോദിച്ചാലും ആദ്യം ആ വേലിങ് വാങ്ങിച്ച് വെച്ചതിന് ശേഷമേ കാശ് കൊടുക്കാവൂ. അതാ പണയക്കാരന്റെ പ്രമാണം. അതുകൊണ്ടാ. ഇതെനിക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള മാലയായിരുന്നു. വെറും 500 രൂപയുടെ ആവശ്യമാണ്. ശമ്പളം കിട്ടിയാലുടനെ പുള്ളി അങ്ങ് തരും. പ്രഭാത കച്ചവടത്തിലെ ശമ്പളമല്ലേ? കേട്ടിട്ടുണ്ട്. ഇതുവരെ ഉള്ളത് കണക്കാക്കണ്ട. എന്റെ അപ്രന്റീസ്ഷിപ്പ് ഈ മാസം കൊണ്ട് കഴിയുക. അടുത്ത മാസം മുതൽ സിറ്റി എഡിറ്ററാ, പെർമനന്റാ. പിന്നെ 1-ാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ശമ്പളം മേശപ്പുറത്താ. എഡിറ്ററല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും മുതലിടുന്നാലല്ലാതെ എന്റെ ഇന്ന് 10 പൈസ കിട്ടുകയല്ല. പയ്യെ ഇങ്ങോട്ടൊടിച്ച ഒടുവിൽ പാതി മാല കല്ലേരിക്കും. അതൊന്നും ഇരിക്കില്ല. മതിയെങ്കിലേ മാല അപ്രത്യക്ഷമാവും ഈ കണക്കിന്. എന്താ കമ്പി എണ്ണുന്നോ? 3 എണ്ണയ്ക്ക് വാലായിട്ട് LLB എടുത്ത് വെച്ചേക്കുന്നതേ വക്കീലിനെ വെക്കാതെ കേസ് വായിക്കാനാ. ഇനിയിപ്പോ എഴുതി എടുക്കാൻ പോകുന്നത് LLM. ചീറ്റിങ് കൊണ്ട് എന്റെ അടുത്ത് വന്നാണല്ലോ. സ്വർണ്ണം കൊണ്ട് വന്നേക്കുന്നു. ഇത്തവണത്തേക്ക് വിടുന്നു. ഈ സ്വർണ്ണം വരയ്ക്കാന്ന് പറയുന്നുണ്ടല്ലോ. നീ പ്രധാന കർഷകത്തിൽ ചരയ്ക്കുന്നത് പോലുള്ള പണിയല്ല. കാശ് തരാനില്ലേ വേണ്ട. പക്ഷെ ആളുകൾ ആക്ഷേപിച്ചാലുണ്ടല്ലോ. എന്റെ ഫേസ് വാല്യൂവിൽ 500 അല്ല 5 ലക്ഷം തരാൻ നാട്ടിൽ ആൾക്കാരുണ്ട്. പിന്നെ ആ അന്നേരം അപ്പുറത്തേക്കൂടെ ഒരു പിടി പിടിച്ചില്ലേ? പിടിച്ചോ പിടിച്ചോ. മുക്കുകൊണ്ടം കൊണ്ട് വന്നിട്ട് 500 ഉലുവ. യാത്രയപ്പം സൽക്കാരമൊക്കെ കലക്കിയ കോളുണ്ടല്ലോ ആന്റി. നന്നായിരുന്നു. ആന്റി കരഞ്ഞോ? കരഞ്ഞായിരുന്നോ? ചെറുതായിട്ട്. നിങ്ങൾ അറിയുന്നു കരഞ്ഞോ? ചായ കുടിച്ചിട്ട് പോവാം. ഈ ആന്റിയോട് എത്ര തവണ പറഞ്ഞതാ അവിടെ ബോള് പറക്കുന്ന ഒരു ജോലിയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ. നമ്മുടെ പള്ളിക്കരച്ചോ അടിച്ചെന്ന് തന്നെയാ വിചാരിക്കേണ്ടത്. കേട്ടു. എന്തോന്നു? എല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇളക്കം കയറി നിൽക്കുന്ന പെമ്പിള്ളാര് മൂക്കിലെ പൂറ പറിക്കാനാണെന്നും മൂക്കുലിന്റെ പാട് മാറ്റാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറി തുടങ്ങിയുണ്ടല്ലോ. ഞാൻ താമസം മാറ്റും. ഒരു ചേച്ചിയായി ചിത്ര പാടായി. ഒന്നുമില്ലാന്ന് ചേച്ചിക്ക് തോന്നും. ഞാൻ ഒരു അവിവാഹിതനാ. ഇപ്പോഴത്തെ പെമ്പിള്ളാരുമാ. ദുഷ്പേര് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിള്ളേർ നിൽക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദുഷ്പേരിന്റെ കാര്യം കളാ. പക്ഷെ ഒരു കാര്യം, അമ്മച്ചിക്ക് ബ്യൂട്ടി പാർലറിന്റെ ABCD അറിഞ്ഞൂടാ. അറിയാത്ത ബിസിനസ്സിൽ പോയി ചാടി ഇത്രയും കാലം വേർപ്പൊഴിക്ക് സമ്പാദിച്ച പണം വെറുതെ തൊളിച്ച വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. ചേച്ചിയാ രൂപ ഇങ്ങട്. നാളെ ഇവിടെ ബോർഡ് വരും. ക്രാംബിഡ് ചിറ്റ്സ് ആൻഡ് ഫൈനാൻസേഴ്സ്. കാശ് കിട്ടിയ ഇന്നിപ്പോ അവിടെ എമിൽ വീഡിയോയുടെ ബോർഡ് വരും. നാളത്തെ ബാബാ തിരുമേനിയുടെ സ്ഥാനാരോഹണം അങ്കിളിനെ ഞങ്ങൾ ഇവിടെ ഇരുത്തി കാണിച്ചു തരുമേ. എനിക്കും കാണണ്ട. ആ പിള്ളേർ അതും ഇതും പറഞ്ഞു കരുതി അമ്മച്ചി അത് കാര്യമാക്കണ്ട. ആ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട. ഈ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട. നിങ്ങൾ രണ്ടുപേര് പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ തരാൻ വെച്ചാൽ മറ്റേ ആൾ പിണങ്ങും. ബാങ്കിലിട്ടാൽ രണ്ടുപേരും പിണങ്ങും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ. അതുകൊണ്ട് എന്റെ സ്വന്തം നിലയിൽ
ആ ബിസിനസ് തുടങ്ങാൻ പോവാ. നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചു. വീട്ടിൽ സ്വസ്ഥത ഉണ്ടായിരിക്കുമല്ലോ. സ്വല്പ പരിചയക്കുറവാണ്. ആദ്യമല്ലേ ഇത് രോഗമല്ല കാര്യം പറഞ്ഞു കൊടുത്തത് കാണല. ഇപ്പോഴത്തേക്കൊന്ന് സഹിച്ചിരുന്നോട് ശരിയാക്കാം നമുക്ക്. ഇതാണോ താൻ വലിയ കാര്യമായിട്ട് കുഴിഞ്ഞെടുത്തുകൊണ്ട് വരുന്ന വാർത്ത? പരിധിക്കൂലി വന്നാൽ ഇടാമെന്ന് പറ. എന്റെ അടുത്തൊരു ഫ്രണ്ടിന്റെ അമ്മയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിലെങ്കിലും ഇതൊരു വാർത്തയായിട്ട് വന്നില്ലെങ്കിൽ പോരെങ്കിൽ മിസ്സിസ് കുഞ്ഞിക്കൃഷ്ണമേനോനെ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ? മിസസ് കുഞ്ഞിക്കൃഷ്ണമേനോൻ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു വാർത്തയല്ല. അതേസമയം അവർ വ്യഭിചരിച്ചു എന്നൊരു വാർത്ത കൊണ്ടുതരാൻ കഴിഞ്ഞാൽ തന്നെ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് അംഗീകരിക്കാം. കൊള്ളാവുന്ന ഒരു സ്കൂപ്പ്, ഒരൊറ്റ സ്കൂപ്പ് തനിക്ക് ഇതുവരെ കൊണ്ടുതരാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്കൂപ്പോ? സ്കൂപ്പ് എന്ന് പറഞ്ഞപ്പോ സ്കോപ്പുള്ള വാർത്ത തന്നെയാണോ? സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂപ്പ്. മറ്റൊരു പത്രക്കാരനും കിട്ടാത്ത ന്യൂസ് ആദ്യമായിട്ട് തപ്പിയെടുത്തുകൊണ്ട് വന്നാൽ അത് ആ സ്കൂപ്പ്. ഇതുപോലും അറിയാൻ മേലെങ്കിൽ തന്നെ ഞാനിങ്ങനെ സ്ഥിരപ്പെടുത്തും. ഇക്കണക്കിന് പോയാൽ താനിവിടെ അധികം കാലം അപ്രന്റീസ് കളിക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. സിറ്റിയില് വേറെ ഒന്ന് രണ്ട് പാർലറുകാരുണ്ടല്ലോ, അവരോട് ആരോടെങ്കിലും തിരക്കിയിട്ട് കിട്ടിയ വിലയ്ക്ക് സാധനങ്ങളും കൊടുക്കുകയായിരിക്കും ബുദ്ധി. അമ്മച്ചി അറിയാതെ ഞാൻ അവരിക്കും തിരക്കി നോക്കി. എന്നിട്ട് അവർക്കാർക്കും വേണ്ട. എന്റെ ടെൻഷൻ അതല്ല, ആരെങ്കിലും കസ്റ്റമേഴ്സ് കയറി പാവം അമ്മച്ചി വയസ്സുകാലത്ത് അടി കൊടുക്കുമെന്നാ. സംഭവിച്ചുകൂടായില്ല. അതിനെ ഞാനെന്ന് പറഞ്ഞ സംശയം ഓർമ്മയുണ്ടോ? എന്ത്? ഇതിന് ഫോട്ടോ പോണുണ്ട്. ഇതിന് ഫോട്ടോ പോണുണ്ട്. ഷുവറാണോ? ഷുവറാ. അത് പോണത് മുഴുവൻ പെമ്പിള്ളേരുടെ പടങ്ങളുവാ. അതാരെടുക്കാൻ? അതെനിക്കറിഞ്ഞൂടാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹെയർ ടോണിക്കാരുടെ പരസ്യത്തിന് വേണ്ടി എടുത്ത ആ നളിനിയുടെ കുറെ സെക്സി ഫോട്ടോസ് ഇല്ലായിരുന്നോ? അതിപ്പോ കാണാനില്ല. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ഹെഡ് വെയിറ്റ് സ്വപ്പം കൂടുതലാ. ഹെഡ് വെയിറ്റ് മാത്രമല്ല, പൊതുവെ സ്വല്പ വെയിറ്റ് കൂടുതലാ. ഇല്ല നിങ്ങളെ എന്നുവെച്ച് എനിക്ക് പിടിച്ചായി ഒന്നുമില്ല. നേര് പറഞ്ഞ് എനിക്ക് അതിനെ ഇഷ്ടായി. അങ്കിളിനോ? പെണ്ണുങ്ങളെല്ലാം കള്ളികളാ. അതല്ല ചോദിച്ചത്, ഈ കൊച്ചിന്റെ കാര്യമാണ്. അത് വന്നതിൽ പിന്നെ ഇതൊരു സ്ഥാപനമായി. നേരം വിളക്കുമ്പോ പാൻറ്റും വലിച്ചേരിക്കൊണ്ടിരിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. അതിന്റെ പോസ് നോക്കുന്നുണ്ട്. അവളുടെ നടപ്പും ഭാവം കണ്ട അവിടെ ലോകം കീഴ്മേൽ മറിച്ചുകളയും തോന്നും. എനിക്കൊരു അപേക്ഷയുള്ളൂ. നിങ്ങളെല്ലാം കൂടെ അതും പറഞ്ഞ് ആ കൊച്ചിനെ പിണക്കി വിടരുത്. അവൾ ഇവിടത്തേക്ക് ഒരു അസറ്റാ. 4 പേരുടെ പണിയാ അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് മാനേജിംഗ് ഡയറക്ടറിന്റെ ലുപ്താണ്. ഞാൻ അവളോട് എന്നും പറയാ, 1 or 2 പേരെ കൂടെ സഹായത്തിൽ നിർത്താൻ. പറ്റിയ ആളെ കിട്ടട്ടെന്ന് പറഞ്ഞ് അവളാ നീട്ടി കിട്ടിക്കൊണ്ട് പോണത്. മാനേജിംഗ് ഡയറക്ടർ
ഇപ്പൊ എനിക്കൊരാശ, അങ്കിളുടെ ജോലി എനിക്ക് കിട്ടിയിരുന്നതിൽ എത്ര ശേലായിരുന്നേനെ. അങ്കിളെ, അങ്കിൾ, ഇന്ന് ബുധനാഴ്ചയാ, പാർലർ അടപ്പാ. ഞാൻ പാർലറെ കാണാൻ വന്നതല്ല, സാറിനെ കാണാനാ. എന്നെയോ? ഓ, ചേണ്ട ഇതങ്ങോട്ട് വെച്ചോണ്ട് എനിക്കൊരു 750 രൂപ ഇങ്ങോട്ട് താ. 3/4 പവനും ഇതേ വരും. ഇനി ഇത് വെച്ച് കെട്ടാറായില്ലേ? നമ്മുടെ കാണാതെ നളിനും കോകിലൊക്കെ എന്തത്? കണക്കിന് നിന്റെ അങ്കിളി എല്ലാം അല്ല, അതിന്റെ അപ്പുറത്തെ പരീക്ഷയും ജയിക്കും. എന്താ പഠിത്തം, എന്താ ശ്രദ്ധ? എന്താ അവിടെ? വായിച്ചോണ്ടിരുന്ന ബുക്ക് എടുക്കാൻ ആര് പറഞ്ഞു? ഇല്ലല്ല. കുറെ കൂടുന്നു കളി. എങ്കിൽ പിന്നെ ഇതെന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പോരായിരുന്നു അങ്കിളെ. ഇവിടെ മസാജിങ് ഉണ്ടോ? ഇല്ല. തിരിഞ്ഞു? ഇല്ല. ഇവിടെ പിന്നെ എന്നതാ ഉള്ളത്? എവിടുന്ന്? കുറെ ദൂരെ നിന്നാ. ഇന്നലെ ഇവിടെ ഒരു സിനിമ കയറിയപ്പം ഇവിടത്തെ സ്ലൈഡ് കണ്ടു. ഇത് ലേഡീസിന് മാത്രമുള്ള ബ്യൂട്ടി പാർലറാ. ആണുങ്ങൾക്കോ? അതിന് വേറെ സ്ഥലം കാണും. ഇവിടെ നിങ്ങൾക്ക് ആൽബം ഉണ്ടോ? എന്തിനാ? ചുമ്മാ നോക്കാൻ. ഇല്ല. ഇന്നലെ നിങ്ങൾ സ്ലൈഡ് ഇട്ടപ്പം അതിനകത്തൊരു പെണ്ണിന്റെ പടമിട്ടില്ലായിരുന്നു? അത് ഇവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. ഒന്ന് വിളിക്കാമോ? എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. എന്താ അത്ര അത്യാവശ്യം? ഇന്നലെ ആ പടം കണ്ടപ്പോ മുതലേ എനിക്ക് അതിനോട് എന്തോ ഒരു കാണാൻ തോന്നുക. വീട്ടില് ഭാര്യ ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിലും കൊണ്ടുപോവാ, മസാജ് ചെയ്ത് വിട്ടാക്ക. ഇത് പെണ്ണുങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ എന്നോട്? എന്താ സാർ അനാവശ്യം പറയുന്നത്? ഇറങ്ങി പറോ. അവനെ അങ്ങനെ വിടരുതായിരുന്നു. പിന്നല്ലാതെ എന്താ ചെയ്യേണ്ടത്? പിടിച്ചിടത്തി മസാജ് ചെയ്യിക്കണമായിരുന്നോ? എന്നല്ല, പക്ഷെ ആരാണവൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് വിട്ടാൽ മതിയായിരുന്നു. അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, ആരെയോ അവൾ പേടിക്കുന്നുണ്ട്. അങ്ങനെ തോന്നാനിപ്പോ? അല്ലെങ്കിൽ എന്തിനാ ആ കുട്ടി പബ്ലിസിറ്റി എത്രയും പേടിക്കുന്നത്? ആ ഫോട്ടോ മുഴുവൻ നെഗറ്റീവ് സൈഡും തിരികെ വാങ്ങിച്ചിട്ടേ അതിന് സമാധാനമായുള്ളൂ. അത് ചിലപ്പോ അല്ലെന്നാ, അവളുടെ കണ്ണടയില്ലേ, അതൊരു കള്ളക്കണ്ണടയാ. അത് പവർ ഗ്ലാസ് അല്ല, വെറും സാധാരണ ഗ്ലാസാ. വായിക്കാൻ അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ആര് പറഞ്ഞു? ഞാൻ ഇടയ്ക്കൊരു ദിവസം അവൾ ഊരി വെച്ചിട്ട് പോയ സമയത്തെടുത്ത് നോക്കി, അത് പവർ ഗ്ലാസേ അല്ല. ഉറപ്പാ. അത് കൊള്ളാവില്ല. അവളുടെ ഭാഷ ഈ പറയുന്ന ഒന്നുമല്ല, വേറെന്തോ ആണ്. അങ്ങനെയാണ് അത് ഈസി ആയിട്ട് പിടിച്ചുതരാം. എങ്ങനെ? ആ കൂടെയുള്ള പെണ്ണിനെ വശത്താക്കി കാര്യങ്ങൾ ചുരണ്ടിയെടുക്കാൻ എന്താ പാടെ? വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാമല്ലേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും കാലം രഹസ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് വെച്ച് പറയണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നാ പിന്നെ ഈ ചങ്കും കൂടെ പറിച്ചെങ്കിൽ തരാം, അതും കൂടെ അതിന്റെ കൂട്ടം കരച്ചേരെ. ഈ പെമ്പിള്ളേരുടെ ഒരു മനസ്സ്, രണ്ടുപേരും ഒരുപോലെ തന്നെ. ആരാ രണ്ടുപേര്? സുധയുടെ ബോസ് മിനിക്കുട്ടി, ബോധിച്ചില്ലേ മിനിയമ്മ? ഓ, അവിടെയും പോയി ചങ്ക് പറിച്ച് കാണിച്ചായിരിക്കും. ഹേയ്, അതെന്റെ സുധക്കുട്ടിക്ക് മാത്രം. അങ്ങോട്ട് നീങ്ങില്ലേ? ഇറങ്ങി പോവാൻ പറഞ്ഞില്ല. ഈ മിനിക്കുട്ടിക്ക് വേറെ കണക്ഷൻ വല്ലതുണ്ടോ? ചോദിക്ക്. നിങ്ങൾ രണ്ടും ഒരു റൂമിലല്ലേ കഴിയുന്നത്? ആ, അതിനെ കാണാനായിട്ട് ഹോസ്റ്റലിൽ ആരെങ്കിലും വരാറുണ്ടോ? വല്ല ബന്ധുക്കളോ, കസിൻസ്മാരോ? ഒരു കാര്യം ചെയ്യാം, ആ. ഞാൻ ആ കുട്ടിയോട് പറയാം. ഇവിടെ ഒരാള് ഇങ്ങനെ കുറെ സംശയമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഓക്കെ ബൈ.
ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇരിക്കാം. മനസ്സിലായില്ല. ഇദ്ദേഹം മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ, ഇൻഡസ്ട്രിയലിസ്റ്റ്. ഞാൻ നബിയാണ് അരവിന്ദൻ. ഫ്രം കൊച്ചിൻ. ഓ, നിങ്ങൾ ഇവിടുത്തെ? ഞങ്ങളാണ് ഇതിന്റെ. എന്താണാവോ? ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ പേപ്പറിൽ നിങ്ങളുടെ ഒരു പരസ്യം കണ്ടു. അതെ. അതിലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിരുന്നല്ലോ. അതെ. ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഒന്ന് വിളിപ്പിക്കാമോ? അതിപ്പോ വിളിപ്പിക്കാൻ അതിവിടെ ഇല്ല. എവിടെ പോയി? ഇതിന് പോയതല്ല, അതിവിടുത്തെ സ്റ്റാഫല്ല. മോഡലിംഗിന് വന്ന ഏത് പെൺകുട്ടിയുടെ പടമാണ് അത്. അത്യാവശ്യമാണെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ആരോട് അന്വേഷിക്കും? മോഡൽസിന് കൊടുത്തരുന്ന ഒരാളുണ്ട്, അയാളോട് ചോദിക്കാം. ചിലപ്പോൾ വിവരം കിട്ടിയേക്കും. എന്തിനാ ഇത്ര കൊച്ചിനെ കള്ളം പറഞ്ഞു പഠിക്കുന്നത്? കള്ളമോ? അതെ, അവളിവിടെ ഉണ്ട്. സിറ്റിയിൽ വന്നിട്ട് ആദ്യമാക്കാൻ കൺഫേം ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേക്കുന്നത്. നിങ്ങൾ എത്ര ഒളിച്ചു വെക്കാൻ നോക്കിയാലും ഞാൻ അവളെ കൊണ്ട് പോകും. സാറ്? ഞാൻ അവളുടെ അച്ഛനാ. ഇവിടെ ഗേൾസ് വർക്ക് ചെയ്യുന്നത്?